Good morning, my dears. Next topic എന്ന് പറയുന്നത് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൽ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ പ്രീവിയസ് ക്ലാസ്സുകളിൽ. Then what is meant by maintenance? Maintenance is the actions associated with equipment repair after it is broken. Or the dictionary defines maintenance as follows: the work of keeping something in proper condition. That is, maintenance means the work of keeping something in proper condition. This would mean the maintenance should be actions taken to prevent a device or component from failing or repair normal equipment, degradation experienced with the operation of the device to keep it in proper working order. അതായത് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ മെഷീനറീസോ എക്യുപ്മെൻറ്റ്സോ ഫെയിലുവർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക മെയിൻ്റനൻസ് എന്ന് പറയുക. ഇവിടെ മെയിൻ്റനൻസ് ഈസ് ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് എക്യുപ്മെൻറ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബ്രോക്കൺ. ഏതെങ്കിലും കാരണവശാൽ കേടുവരുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും പഴയ സ്ഥിതിയിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ്റനൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡിക്ഷണറി ഡിഫൈൻസ് മെയിൻ്റനൻസ് ഈസ് the work of keeping something in proper condition. The work of keeping in proper conditions, അതായത് ശരിയായിട്ടുള്ള അവസ്ഥയിൽ അതിനെ കൊണ്ടുപോയി എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി മെയിൻ്റനൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെയിൻ്റനൻസിന് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് breakdown maintenance. Second one is preventive maintenance. And third one is predictive maintenance. And fourth one is breakdown maintenance, preventive maintenance, predictive maintenance, and the next one is reliability centered maintenance. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് മെൻ ബൈ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ദ വർക്ക് ഓഫ് കീപ്പിംഗ് സംതിങ് ഇൻ പ്രോപ്പർ കണ്ടീഷൻ, എല്ലാം ശരിയായിട്ടുള്ള അവസ്ഥയിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് മെഷീനറീസ് ആണെങ്കിലും മറ്റ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ശരിയായിട്ടുള്ള വർക്കിംഗ് പൊസിഷനിൽ തന്നെ ഉണ്ടായിരിക്കുക, അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അത് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നു. ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് ആസ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഇതിനെയാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലാണ് മെയിൻ്റനൻസ് ഒരു ഫേമിൽ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഓർ കറക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. തേർഡ് വൺ ഈസ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് റിലയബിലിറ്റി മെയിൻ്റനൻസ്. ഇത്രയാണ് നമ്മളതിൽ പറയുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. അപ്പോൾ ആദ്യത്തെ 2 പോയിൻറ്റ്സുകൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വാട്ട് ഈസ് മെൻ ബൈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ആൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റൺ ടു ഫെയിലുവർ മെയിൻ്റനൻസ് എന്നാണ്. അതായത് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത്, റൺ ടു ഫെയിലുവർ മെയിൻ്റനൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക, കേടുവരിക, മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പോവാം അല്ലേ. അപ്പോൾ ദെൻ ഒട്ടും പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സോ ഇറ്റ് ഈസ് എ കറക്റ്റീവ് മെയിൻ്റനൻസ്. അങ്ങനെ മെഷീനറീസ് പാർട്സുകളൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ അതിന് വീണ്ടും ശരിയാക്കിയെടുത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ദാറ്റ് ഇൻക്ലൂഡ് ഡെയിലി മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ക്ലീനിങ്, ഇൻസ്പെക്ഷൻ, ഓയിലിംഗ് ആൻഡ് റീടൈറ്റനിങ്.
പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ പഠിച്ചു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു പ്രോവർബ് കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മെയിൻ്റനൻസ് ആണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ നമ്മൾ പറയാം. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ ഡെയിലി മെയിൻ്റനൻസ് ആണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ പറയുക. ദെൻ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും കാരണവശാൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ ഡെയിലി നമ്മൾ എന്ത് നോക്കുക, ക്ലീൻ ചെയ്ത് നോക്കാം, ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ ഓയിലിംഗ് കൊടുക്കുക, റീടൈറ്റൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകളാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ. അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഇൻക്ലൂഡ് ഡെയിലി മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ക്ലീനിങ്, ഇൻസ്പെക്ഷൻ, ഓയിലിംഗ് ആൻഡ് റീടൈറ്റനിങ് എക്സെട്ര. ദിസ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ഈസ് യൂസ്ഫുൾ ടു റിറ്റെയിൻ ദ ഹെൽത്തി കണ്ടീഷൻ ഓഫ് equipment and prevent failure through the prevention of deterioration, periodic inspection or equipment condition diagnosis etc. ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ ഇൻസ്പെക്ട് ചെയ്യുകയും ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ രണ്ട് മെയിൻ്റനൻസിനെ കുറിച്ച് മുൻപത്തെ ക്ലാസ്സിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് predictive maintenance എന്താണ്, what is meant by predictive maintenance? This method is in which the service life of important part is predicted based on the inspection or diagnosis. അവിടെ പറയുന്നത് ഇതൊരു പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുക. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്താണ് അതിന് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു 3000 റണ്ണിങ് ടൈമോ 5000 റണ്ണിങ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മളതിന് ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം, അതിനാവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻസ് അവിടെ വരുന്നുണ്ട്. ഈ കാൽക്കുലേഷൻസ് വരുന്നത് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇത്ര സമയം അത് ഓടിക്കുക. അപ്പോൾ ശരിക്കും ഒരു മെഷീനറീസിൻ്റെയോ ഒരു അസറ്റിൻ്റെയോ ഒരു വെഹിക്കിൾസിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലൈഫ് സ്പാനും വളരെ വ്യക്തമായിട്ട് പ്രിഡിക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താ, ഈ പ്രഡിക്ഷൻ ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം അതിൽ ഓരോ സമയത്തും അതിന് സർവീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഒന്നുകൂടെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഡൻ ആയിട്ട് ഉണ്ടാകാവുന്ന ഫെയിലിയേഴ്സൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാറ്റസ്ട്രോഫിക് ഫെയിലിയർ എന്നൊക്കെ പറയാം. സഡൻ ചേഞ്ചസൊക്കെ സഡനായിട്ട് മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഇല്ലാതെയാക്കാനായിട്ട് മുൻകൂട്ടി ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. Predictive maintenance this is a method in which the service life of important part is predicted based on the inspection or diagnosis. അതായത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 വർഷമാണ് എന്ന് നമുക്ക് തീരുമാനിക്കാമെന്നുണ്ടെങ്കിൽ ഓരോ 2 വർഷം കൂടുമ്പോഴോ ഓരോ വർഷം കൂടുമ്പോഴോ എപ്പോഴൊക്കെയാണ് നമ്മളതിന് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന കാലത്തേക്ക് നമുക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രിഡിക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദിസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ സർവീസ് ലൈഫ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് പ്രിഡിക്റ്റഡ് ബേസ്ഡ് ഓൺ ഇൻസ്പെക്ഷൻ ഓർ ഡയഗ്നോസിസ് in order to use the parts to limit of their service life. Compared to periodic maintenance, predictive maintenance is condition-based maintenance. It manages trend values by measuring and analyzing data about deterioration and employs a surveillance system designed to monitor conditions through an online system. ദെൻ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ഓരോ സമയത്തുള്ള സർവീസസിനെ മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. ബേസിക്കലി പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് ഡിഫർ ഫ്രം പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ബൈ ബേസിങ് മെയിൻ്റനൻസ് ഇൻ ദ ആക്ച്വൽ കണ്ടീഷൻസ് ഓഫ് ദ മെഷീൻ റാദർ ദാൻ ഓൺ സം പ്രീസെറ്റ് ഷെഡ്യൂൾ. Then this methodology should be comparable to preventive maintenance. If one, on the other hand, the operator of the car discounted the vehicle runtime and had the oil analyzed at some periodically to determine its actual conditions and lubrication properties. എന്നാൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിലെ കോസ്റ്റ് കൂടുതലാണ്.
ഡെയിലി നമുക്കത് ഇൻസ്പെക്ട് ചെയ്യണം, ഡെയിലി അത് ക്ലിയർ ചെയ്യണം, ഓയിലും എല്ലാ കാര്യങ്ങളും നോക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കൂടെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ലൈഫ് സ്പാൻ ഒന്നുകൂടെ നമുക്ക് നീട്ടിക്കിട്ടും, ബ്രേക്ക് ഡൗൺ ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് നമ്മളത് പഠിച്ചിട്ടില്ല. പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൽ നമുക്ക് ഇത്തിരി കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് കാണുന്നത്. ദെൻ അതിൽ പറയുന്നുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, മോസ്റ്റ് പീപ്പിൾ ചേഞ്ച് ദ ഓയിൽ ഇൻ ദിയർ വെഹിക്കിൾ എവറി 3000 to 5000 മൈൽസ് ട്രാവൽഡ്. 5000 മൈൽ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ അതിൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ഇഫക്റ്റീവ്ലി ബേസിങ് ദ ഓയിൽ ചേഞ്ച് നീഡ്സ് ഓൺ എക്യുപ്മെൻറ്റ് ഓൺ റൺ ടൈം. നോ കൺസേൺ ഈസ് ഗിവൺ ടു ദ ആക്ച്വൽ കണ്ടീഷൻ ആൻഡ് പെർഫോമൻസ് കാപ്പബിലിറ്റി ഓഫ് ദ ഓയിൽ. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ബിക്കോസ് ഓഫ് ദ ഇലാപ്സ് ഓഫ് ദ ടൈം. ദെൻ അവിടെ നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. Advantages of predictive maintenance, that is, first one is eliminate failure. First one is eliminate first point is eliminate failures. Eliminate failures എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. Eliminate failures. A well arranged predictive maintenance program will eliminate catastrophic equipment failure causing sudden great damage. വളരെ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. അതായത് വളരെ പെട്ടെന്ന് മെഷീനറീസിൻ്റെ വളരെ വിലപ്പെട്ട പാർട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ കാറ്റാസ്ട്രോഫിക്, എന്താ വാട്ട് ഈസ് മീൻ ബൈ കാറ്റാസ്ട്രോഫിക് എന്ന് പറയുമ്പോൾ കോസിങ് സഡൻ ഗ്രേറ്റ് ഡാമേജ്, പെട്ടെന്ന് തന്നെ ഡാമേജ് ഉണ്ടാവുന്നതിനെയാണ് കാറ്റാസ്ട്രോഫിക് എക്യുപ്മെൻറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ എലിമിനേറ്റ്, ഫസ്റ്റ് പോയിന്റ് എലിമിനേറ്റ് ഫെയിലിയേഴ്സ്. ദെൻ എലിമിനേറ്റ് ഫെയിലിയർ, വെൽ അറേഞ്ച്ഡ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം വിൽ എലിമിനേറ്റ് കാറ്റാസ്ട്രോഫിക് എക്യുപ്മെൻറ്റ് ഫെയിലിയേഴ്സ്. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് സേവിങ് എനർജി കോസ്റ്റ്. That is, by undertaking predictive maintenance, company can optimize the operation of the equipment, saving energy cost and increasing plant reliability. അവിടെ എനർജി കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് സേവിങ് എനർജി കോസ്റ്റ്. അതാണ് സെക്കൻഡ് പോയിന്റ്. എനർജി കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബൈ അണ്ടർടേക്കിംഗ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്, കമ്പനി ക്യാൻ ഒപ്റ്റിമൈസ് ദ ഓപ്പറേഷൻ ഓഫ് ദ എക്യുപ്മെൻറ്റ്, സേവിങ് എനർജി കോസ്റ്റ് ആൻഡ് ഇൻക്രീസിംഗ് പ്ലാന്റ് റിലയബിലിറ്റി. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് പ്രോപ്പർലി ഫങ്ഷനിങ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ക്യാൻ പ്രൊവൈഡ് എ സേവിംഗ് ഓഫ് 8% to 12% over a program utilizing preventive maintenance. Then third one is minimize overtime cost. Minimize overtime cost. കമ്പാരിറ്റീവ്ലി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനേക്കാളും ഓവർ ടൈം കോസ്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഷെഡ്യൂൾഡ് ടു മിനിമൈസ് ഓർ ഡിലീറ്റ് ഓവർ ടൈം കോസ്റ്റ്. Then it is possible to minimize inventory and order parts as required well ahead of time to support the downstream maintenance need. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പോയിൻറ്റ്സ്: എലിമിനേറ്റ് ഫെയിലുവേഴ്സ്, സേവിങ് എനർജി കോസ്റ്റ് ആൻഡ് മിനിമൈസ് ഓവർടൈം കോസ്റ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിന് പീരിയോഡിക് മെയിൻ്റനൻസ് ആണെന്ന് മനസ്സിലായി. ശരിയായിട്ടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ്ലി, സെക്കൻഡ് വൺ ഈസ് കെയർഫുൾ ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് പോയിൻ്റ് ഈസ് that is പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിന് ശേഷം പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിലെ ഫസ്റ്റ് പോയിൻ്റ് ഈസ് കോസ്റ്റ്ലി. ദെൻ അവിടെ ഏത് രീതിയിലാണ് അതിൻ്റെ നമ്മൾ കോസ്റ്റ്, ഇവിടെ എനർജി സേവിങ് എനർജി കോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അതൊരു ഡിസഡ്വാൻറ്റേജസ് പോയിൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഡിസഡ്വാൻറ്റേജസിലെ ഇനീഷ്യലി ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് is not costly,
Moreover, in comparison with preventive maintenance, applying the monitoring techniques can be costly in the beginning. This leads to some companies turning to condition monitoring contractors to minimize the upfront cost of conditions monitoring program. അവിടെ കോസ്റ്റ്ലി എന്ന് പറയുന്ന ടൈമിൽ ഇനീഷ്യലി ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് ഈസ് നോട്ട് കോസ്റ്റ്ലി. ആദ്യത്തിൽ നമുക്കൊരു പ്രിവെൻറ്റീവ് അതായത് പ്രിഡിക്റ്റീവ് കോസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ പ്രിവെൻറ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ ആദ്യത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കോസ്റ്റ് കൂടുതലായിട്ട് കാണാം. എന്നാൽ പ്രിഡിക്റ്റീവിൽ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണെങ്കിൽ കൂടെ പീരിയോഡിക് കോസ്റ്റ് കൂടുന്നുണ്ട്. In comparison with the preventive maintenance, applying the monitoring techniques can be costly in the beginning. This leads to some companies turning to condition monitoring contractors to minimize the upfront cost of the conditions monitoring program. Then second point is careful implementation. Second point is careful implementation. Careful implementation. Careful implementation. വളരെ ശ്രദ്ധാപൂർവം തന്നെ അഡോപ്റ്റ് ചെയ്യേണ്ട വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് നീഡ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ് കെയർഫുള്ളി. It requires highly specialized skill level and extended expertise to accurately interpret the conditions of monitoring data. Employees must be well trained and must possess mixed experience in both IT and machinery. These are the disadvantages of predictive maintenance. Next one is reliability centered maintenance. Then for the next point is reliability centered maintenance ആണ്. Then fourth one is different types of maintenance. Fourth point ആണ് reliability centered maintenance. Okay. Fourth point is reliability centered maintenance. Reliability centered maintenance അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. That is the meaning of reliability centered maintenance is a process used to determine the maintenance requirement of any physical asset in the operating context. That is then reliability centered, that is a process used to determine the maintenance requirement of any physical asset in its operating context. When then what is meant by reliability centered maintenance ന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. A process used to determine, അതൊരു പ്രോസസ്സാണ്, that is used to determine the maintenance requirement of any physical asset in its operating context. അതായത് പ്രവർത്തനക്ഷമമായിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോസസ്സിൽ ഉണ്ടാകാവുന്ന മെയിൻ്റനൻസിനെയാണ് നമ്മളവിടെ റിലയബിലിറ്റി സെൻറ്റേഡ് മെയിൻ്റനൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ഈ റിലയബിലിറ്റി സെൻറ്റേഡ് മെയിൻ്റനൻസ് ആവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്ക് സാധാരണയായിട്ട് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലയബിലിറ്റി സെൻറ്റേഡ് മെയിൻ്റനൻസിനെ കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വെയിറ്റ്, ഇപ്പോൾ നമ്മൾ 5000 ടണ്ണാണ് വെയിറ്റ് കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അവിടെ ഒരു 7000 ആയാലും ഉണ്ടാകാവുന്ന ഡാമേജസ് ദെൻ ഒരു ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റാണ്. ആ സമയത്ത് നമുക്ക് അതിനുള്ള പരിഹാരം എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അത്തരത്തിലുണ്ടാകാവുന്ന ചില, അതായത് പിന്നെ അതുപോലെ തന്നെ മുൻകൂട്ടി നമുക്കൊരു മെഷീനറീസിൻ്റെ എല്ലാ പാർട്സിൻ്റെയും സർവീസസ് പീരീഡ് വളരെ വ്യക്തമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഓരോന്നിൻ്റെയും എഫിഷ്യൻസി വ്യത്യാസമാണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ കേടുവരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ basically RCM methodology deals with some key issues not dealt with by other maintenance program. It recognizes that all equipment in a facility is not of equal importance to either the process of facility safely. Then it recognizes that equipment design and operation differ and that different equipment will have a higher probability to undergo failures from different degradation mechanisms. RCM is a systematic approach to evaluate a facility's equipment and resources and result in high degree of facility reliability and cost effectiveness. അതായത് RCM എന്ന് പറയുന്നത് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ടു ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടു ഇവാലുവേറ്റ് ഫെസിലിറ്റീസ് എക്യുപ്മെൻറ്റ് ആൻഡ് റിസോഴ്സസ് and result in a high degree of facility reliability and cost effectiveness. Then RCM is highly dependent on predictive maintenance but also recognize that maintenance activities on equipment that is inexpensive and unimportant to facility reliability may best be left to the reactive maintenance approach. ഇതൊക്കെയാണ് അതിൽ പറയാവുന്ന പോയിന്റ്. Then because RCM is so heavily weighted in utilization of predictive maintenance technologies, it is a program advantage and disadvantages are those of predictive maintenance. In addition to these advantages, RCM will allow a facility to more closely match resources to need while improving reliability and decreasing cost. അതായത് മിക്കവാറും പ്രൊഡക്ഷൻ നടത്താനായിട്ട് റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതാണ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് മീൻ ബൈ റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്? ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് മെയിൻ്റനൻസ് പ്ലാനിങ്. അതായത് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് പ്ലാനിങ് ആണ്, ഒരു കോൺസെപ്റ്റാണ്. ടു എൻഷുർ ദാറ്റ് സിസ്റ്റം continue to do what the user require in their present operation context. അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിലെ യൂസർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് മെൻ ബൈ RCM? ദാറ്റ് ഈസ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്. അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് മെയിൻ്റനൻസ് പ്ലാനിങ്. റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് കോൺസെപ്റ്റാണ്, മെയിൻ്റനൻസ് പ്ലാനിങ് കോൺസെപ്റ്റാണ്. ടു എൻഷുർ ദാറ്റ്, അത് എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ടു എൻഷുർ ദാറ്റ് സിസ്റ്റം കണ്ടിന്യൂ ടു ഡു വാട്ട് യൂസർ റിക്വയർമെൻറ്റ് ഇൻ പ്രസൻറ്റ് ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലെ ഓപ്പറേഷൻ പ്രോസസ്സിലെ ദെൻ അതിൻ്റെ യൂസർ അതെന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രോസസ്സിനെയാണ്, മെയിൻ്റനൻസിനെയാണ് നമ്മൾ റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 5,000 പറ്റുള്ളൂ, 7,000 വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് റിലയബിലിറ്റി സെൻറ്റേർഡ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാം. എന്താണോ യൂസർ ആഗ്രഹിക്കുന്നത്, ഈ ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റിൽ എന്താണോ പ്രോബ്ലം, അതിന് എന്താണോ ഒരു സൊല്യൂഷൻ വേണ്ടത്, അത് എന്ത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ്റനൻസിനെയാണ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള മെയിൻ്റനൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യം ബ്രേക്ക് ഡൗൺ ആണ്. കേട് വന്നു കഴിഞ്ഞാൽ ശരിയാക്കുന്ന പ്രോസസ്സിനെയാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ടെക്നിക്സിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസാണ്. ഒരു പർട്ടിക്കുലർ ലൈഫ് സ്പാൻ, ഒരു പീരീഡ് കണ്ടെത്തിക്കൊണ്ട് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് ഉറപ്പാക്കുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രോസസ് ടു ഡിറ്റർമിൻ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ അസറ്റ് ഇൻ ദ ഓപ്പറേറ്റിംഗ് കോണ്ടെക്സ്റ്റ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആ കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. അഡ്വാൻറ്റേജസിലെ ഇറ്റ് ക്യാൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെയിൻ്റനൻസ് പ്രോഗ്രാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെയിൻ്റനൻസ് പ്രോഗ്രാം. എല്ലാ മെയിൻ്റനൻസ് പ്രോഗ്രാമിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണിത്. ക്യാൻ ബി ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെയിൻ്റനൻസ് program. Second point is lower cost by eliminating unnecessary maintenance or overhauls. Overhauls എന്ന് പറയുമ്പോൾ
നമ്മൾ സാധാരണ പറയാറുള്ള പോലെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തു കൊടുക്കുന്നതിനെയാണ് ഓവർഹോൾസ് എന്ന് പറയുന്നത്. ലോവർ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി മെയിൻ്റനൻസ് ഓഫ് ഓവർഹോൾസ്, അത് ആവശ്യമില്ലാത്ത ഈ പണികളൊക്കെ ഒഴിവാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മിനിമൈസ് ഫ്രീക്വൻസി ഓഫ് ഓവർഹോൾസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാവുന്ന ഈ ഓവർഹോൾസ് മെയിൻ്റനൻസ് ഒക്കെ ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കുന്നു. റിഡ്യൂസ് പ്രോബബിലിറ്റി ഓഫ് സഡൻ എക്യുപ്മെൻറ്റ് ഫെയിലുവർ. Reduce probability of sudden equipment failure. The next one is able to focus maintenance activities on critical components. Then next one is increase the component reliability. The last one is incorporate root causes of analysis. These are the main advantages of reliability centered maintenance. Then what are the disadvantages of reliability centered maintenance? It can have significant startup costs, training, equipment, etc. അതായത് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമുക്കതിന് മെയിൻ്റനൻസ് ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതിൻ്റെ സ്റ്റാർട്ടപ്പ് കോസ്റ്റുകളൊക്കെ ആവശ്യമായിട്ടായിട്ട് വരും. രണ്ടാമത് പറയുന്നത് സേവിങ്സ് പൊട്ടൻഷ്യൽ നോട്ട് റെഡിലി സീൻ ബൈ മാനേജ്മെൻറ്റ്. സേവിങ്സ് പൊട്ടൻഷ്യൽ നോട്ട് റെഡിലി സീൻ ബൈ ദ മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് സേവിങ്സ് പൊട്ടൻഷ്യൽ നോട്ട് റെഡിലി സീൻ ബൈ ദ മാനേജ്മെൻറ്റ്. പലപ്പോഴും മാനേജ്മെൻറ്റ് അറിഞ്ഞോളന്നില്ല, ആ സമയത്ത് തന്നെ റെഡിലി നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സേവിങ്സ് പൊട്ടൻഷ്യൽ നോട്ട് റെഡിലി സീൻ ബൈ ദ മാനേജ്മെൻറ്റ്, അതായത് ആ പർട്ടിക്കുലർ സിറ്റുവേഷനാണ് അത് ചെയ്യേണ്ടതായിട്ട് വരിക. ദീസ് ആർ ദി advantages and disadvantages of reliability centered മെയിൻ്റനൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഷുവർ ക്വസ്റ്റൻ ആണ്, നമുക്കത് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, മെഷീൻ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഇപ്പോൾ പറഞ്ഞു, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് റിലയബിലിറ്റി സെൻറ്റേർഡ് മെയിൻ്റനൻസ്. Then next topic is maintenance policy and procedure. Next topic is maintenance policy and procedures. Maintenance policy and procedures. മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ദെൻ അതിൽ മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഈസ് എ പ്ലാൻ ടു ഓർഗനൈസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. സച്ച് എ പ്ലാൻ വിൽ എനേബിൾ ടു ഡോക്യുമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ്. അതർ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഓൾസോ ബി ഡോക്യുമെൻറ്റഡ്. അവിടെ ആദ്യം പറയുന്നത് മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാൻ ടു ഓർഗനൈസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ഒരു പോളിസിയോ പ്രൊസീജിയറിനെയോ ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാൻ ഓർഗനൈസ്ഡ് ബൈ ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സച്ച് എ പ്ലാൻ വിൽ എനേബിൾ ടു ഡോക്യുമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ്. അവിടെ ഇത്തരത്തിലുള്ള ഓരോ പ്ലാനിങ്ങുകളും ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസായിട്ട്, അതായത് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഓൾസോ ബി ഡോക്യുമെൻറ്റഡ്. വിത്തിൻ ഡോക്യുമെൻറ്റേഷൻ പ്ലാനിങ് ക്യാൻ ബിഗിൻ. ദെൻ ഓൾ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ഡോക്യുമെൻറ്റഡ്. എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസ് ആക്ടിവിറ്റീസും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇൻക്ലൂഡ്, ഈ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ, റിപ്പയേഴ്സ്, കോൾ ഔട്ട്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, റീപ്ലേസ്മെൻറ്റ് മെയിൻ്റനൻസ്, ഓവർഹോൾസ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ വർക്ക് എക്സെട്ര. അതായത് പല രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ ആവുക, അതുപോലെ തന്നെ കോൾ ഔട്ട് ആവുക, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഉണ്ടായിരിക്കാം, റീപ്ലേസ്മെൻറ്റ് മെയിൻ്റനൻസ് ആയിരിക്കാം, ഓവർഹോളുകൾ വരിക, അറ്റകുറ്റപ്പണികളൊക്കെ വരിക, ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ വർക്കുകളൊക്കെ വരാം. ഇതൊക്കെയാണ് അവിടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റീസ് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി പ്ലാൻ എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് പ്ലാനിങ് നോർമലി ഇൻവോൾവ്സ് ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ്. അതായത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചില തരത്തിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അവരുടെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ലിസ്റ്റ് ഓൾ റിപ്പീറ്റേറ്റീവ് വർക്ക്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ലിസ്റ്റ് ഓൾ
repetitive work. List all repetitive work. List all repetitive work le one of the first thing that a maintenance supervision should be concerned with it is repetitive work. Then all repetitive work should be identified and isolated. This list can be prioritized as to critically to production and plant effectiveness. അവിടെ ഈ റിപ്പീറ്റേറ്റീവ് വർക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ്. ആഫ്റ്റർ ദി ലിസ്റ്റ് ഹാസ് ബീൻ റീഅറേഞ്ച്ഡ് ഈച്ച് ടാസ്ക് ഐറ്റം മസ്റ്റ് ബി അനലൈസ്ഡ് ടു ഡിറ്റർമിൻ ഇഫ് ദ റിപ്പീറ്റേറ്റീവ് വർക്ക് ഈസ് ആക്ച്വലി എയിംഡ് അറ്റ് ഫിക്സിംഗ് എ പ്രോബ്ലം or fixing a symptom of a deeper problem. Fixing symptoms has the immediate effect of following production to begin again. What does nothing for the underlying problem. അതായത് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റേറ്റീവ് വർക്കുകൾ കണ്ടെത്തുകയും അത് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനങ്ങളെടുക്കാം. റിപ്പീറ്റേറ്റീവ് വർക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും മെഷീനറീസോ അതിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് എത്രമാത്രം വരുന്നുണ്ട്, അത് ആവശ്യമായിട്ടുള്ള വർക്കുകളാണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനി നടത്തുക എന്നൊക്കെ പറയുന്നതാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ലിസ്റ്റ് ഓൾ റിപ്പീറ്റേറ്റീവ് വർക്ക്. എല്ലാ റിപ്പീറ്റേറ്റീവ് വർക്കുകളും ലിസ്റ്റ് ചെയ്യപ്പെടുക. രണ്ടാമത് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊല്യൂഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊല്യൂഷൻ അവർ അതിനാവശ്യമായ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. അവിടെ ആസ് സൂൺ ആസ് ഹൈലി പ്രയോറിറ്റി പ്രോബ്ലം ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് and analyzed, work should be begin on the development of solution to the problem. Once the solution to the problem has been developed, plans can be made for purchasing required parts and material and then scheduling the manpower and production time to the implement the solution. രണ്ടാമത് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊല്യൂഷൻ. തേർഡ് പോയിൻ്റ് മെയിൻ്റനൻസ് പ്ലാനിങ് ഓഫ് മെഷീൻ റിപ്പയേഴ്സ്. മെയിൻ്റനൻസ് പ്ലാനിങ് of machine repairs. അപ്പോൾ മെയിൻ്റനൻസ് പ്ലാനിങ് ഓഫ് മെഷീൻ റിപ്പയേഴ്സ്. മെഷീൻ റിപ്പയർ സംഭവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ് എന്തൊക്കെയാണ്. കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ കൺട്രോൾ ഓഫ് ദ മെയിൻ്റനൻസ് പ്രോസസ്. The process of maintenance cannot be controlled if the person in charge has no complete idea about the total maintenance activities and its cost. It must do document and plan all repairs. Otherwise, a considerable portion of these needed repairs and modification will be forgotten or ignored until production tries to run again. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് ലിസ്റ്റ് ഓൾ റിപ്പീറ്റേറ്റീവ് വർക്ക്, ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊല്യൂഷൻ, മെയിൻ്റനൻസ് പ്ലാനിങ് ഓഫ് മെഷീൻ റിപ്പയേഴ്സ്, ജസ്റ്റിഫൈ മെഷീൻ റിപ്പയർ കോസ്റ്റ്. Fourth point is justify machine repair cost. Justify machine repair cost എന്ന് പറയുമ്പോൾ മെഷീൻ റിപ്പയർ കോസ്റ്റ് നമുക്ക് നീതിയുക്തമാണോ എന്നുള്ള രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് എസെൻഷ്യൽ റിപ്പയേഴ്സ് ആൻഡ് മോഡിഫിക്കേഷൻ റിക്വയർ ഡോക്യുമെൻറ്റേഷൻ. ഇറ്റ് ഈസ് ഈസി ടു സേ ദാറ്റ് വി നീഡ് എ മോഡിഫിക്കേഷൻ ടു ദിസ് പർട്ടിക്കുലർ മെഷീൻ ആൻഡ് ഔട്ട്പുട്ട് ടു ദിസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് 25%. However, this cannot be done without planning even if the idea were actually to do somehow implemented. The output increase may not be completed. Then next one is prioritize maintenance planning. Then fifth point is prioritize maintenance planning. Prioritize maintenance planning. Then prioritize maintenance planning with the documentation. The list of priority work problems to be solved can be reduced by a great extent. This list easily solved problems areas will gradually be replaced with higher cost work items. Research and planning may reveal that the cost involved in the eliminating some repetitive repairs are more than living with the repetitive repairs. Then last point is compare
production downtime after solution. Compare production downtime after solution. Compare production downtime after solution. ഇതാണ് അതിൽ ലാസ്റ്റ് പോയിന്റ്. ദെൻ അവിടെ പറയുന്നത് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സൊല്യൂഷൻ പ്രൊഡക്ഷൻ ഡൗൺ ഫോർ ദി പർട്ടിക്കുലർ ഐറ്റംസ് ക്യാൻ ബി ഡോക്യുമെൻറ്റഡ് ആൻഡ് കമ്പയർഡ് ടു പ്രീ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്. Maintenance time not spent on working on that solved problems can also be documented for the same time period. These savings can then be extrapolated after an entire year and presented to the management to justify the cost of repairs. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മെയിൻ്റനൻസ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സിലെ ഏതൊക്കെയാണ്? ലിസ്റ്റ് ഓഫ് ഓൾ റിപ്പീറ്റേറ്റീവ് വർക്ക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊല്യൂഷൻ. Third one is maintenance planning of machine parts, and then justify machine repair cost and priority maintenance planning and compare productive downtime after solution. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നമ്മളിതുവരെ ഈ ഒരു തേർഡ് ചാപ്റ്റർ. നെക്സ്റ്റ് ഇനി വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് എടുക്കേണ്ടത്. അതിന് മുൻപേ ആയിട്ട് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലെ കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് അതിൽ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് കപ്പാസിറ്റി. അതുപോലെ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി പഠിച്ചു. ഡിസൈൻ കപ്പാസിറ്റി, അതേപോലെ തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഡിസൈൻ കപ്പാസിറ്റി, ഇഫക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ആക്ച്വൽ കപ്പാസിറ്റി, ഇത് മൂന്നും അതിൽ പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി, ഔട്ട്പുട്ട് മെഷേഴ്സ്, ഇൻപുട്ട് മെഷേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് നമ്മൾ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ. ബോട്ടിൽ നെക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ? എന്താണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നു? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺവേർഷൻ പ്രോസസ്സാണ്, പ്രൊഡക്ഷൻ പ്രോസസ്സുകളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻറ്റു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുകയാണ്. ആ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിൽ പലതരത്തിലുള്ള മെഷീനറീസിൻ്റെയും ആവശ്യമുണ്ട്. കൺവേർഷൻ പ്രോസസ്സിലൊക്കെ പലതരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകളും അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റൊക്കെ നമുക്ക് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറീസും എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എസെൻഷ്യൽ തിങ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ആ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, എങ്ങനെയൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് ഉണ്ട് എന്നറിയണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് റിലയബിലിറ്റി സെൻറ്റേഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഈ 4 മെയിൻ്റനൻസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസുകളെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ തന്നെ ഈ 4 പോയിൻറ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റൺ ടു ഫെയിലുവർ എന്ന് പറയാം, പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം അത് കേടുവരുന്നതിനെയാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ അതിനെ പറയുന്നത്, അതിനെ റിപ്പയർ ചെയ്ത് തിരിച്ചെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൽ. രണ്ടാമത് പറയുന്ന പോയിൻ്റാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് കേടുവരാതെ റിപ്പയർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് അതിൻ്റെ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൽ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസിൽ അതിലേതെങ്കിലും തരത്തിൽ കേടുപാടുകളൊക്കെ വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് വൺ പറയുന്നത് ഓപ്പറേഷൻ കോണ്ടെക്സ്റ്റിൽ ഉണ്ടാകാവുന്ന മെയിൻ്റനൻസുകളെയാണ്
നമ്മൾ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇത്രയും പ്രോസസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി എന്താണ് അതിൻ്റെ പ്ലാൻ ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വർക്ക് സ്റ്റഡിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ എടുത്തിരിക്കുന്ന ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു ആൾ.